പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. എ കംപ്ലീറ്റ് കരിയർ പാത്ത് എന്ന ഈ വീഡിയോ സീരീസിലെ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റഡീസ് എന്നുള്ള ഈ പാറ്റേണിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ തൊഴിൽ സാധ്യതയുള്ള ഒരു പുതിയ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുകയാണ്. BSc ജിയോളജി. പൊതുവെ ഹയർ സെക്കൻഡറിയിൽ ജിയോളജി, ജിയോഗ്രഫി നാമമാത്രമായ രീതിയിലാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചു വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ജിയോഗ്രഫിയും ജിയോളജിയും. ആർക്കിടെക്ട് മേഖലയിലേക്ക്, ആന്ത്രപ്പോളജി മേഖലയിലേക്ക്, അതുപോലെ തന്നെ നമ്മളുടെ മൈൻ ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, പെട്രോളിയം പ്രോഡക്റ്റ് തുടങ്ങിയ ആ മേഖലയിലൊക്കെ ജോലി കിട്ടുന്ന ബിടെക് കുട്ടികളെ ലഭ്യമല്ലാത്ത സന്ദർഭത്തിൽ ജിയോഗ്രഫി, ജിയോളജി കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉള്ളത്. ഇഗ്നോയിൽ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് നൽകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള ചില മഹത്തായ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്കുള്ള തൊഴിൽ സാധ്യതകൾ വളരെ വലുതാക്കി നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിലും ഒരുപാട് തൊഴിൽ സാധ്യതകളാണ് ജിയോഗ്രഫിക്കും ജിയോളജിക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഏകദേശം അതൊരു ബയോടെക്നോളജിക്കൽ ഇൻഫർമേഷന്റെ അടുത്തേക്ക് വരുന്ന ഒരു ഭൂമിശാസ്ത്രപരവും ഒരു നരവംശാസ്ത്രവുമായി ബന്ധപ്പെടുന്ന ഒരു പ്രത്യേക ഒരു ശാസ്ത്ര രീതിയാണ് ജിയോളജി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഈ പ്രോഗ്രാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ പഠിതാക്കൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ നൽകുക, സ്കിൽ ഡെവലപ്മെന്റ് ലഭ്യമാക്കുക, ഒപ്പം തന്നെ വൊക്കേഷണൽ ട്രെയിനിങ് ലഭ്യമാക്കുക, ജോബ് ഓറിയന്റഡ് കോഴ്സ് കണ്ടന്റ് നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പഠനോദ്ദേശം. അതുപോലെ തന്നെ രണ്ടാമത്തെ പഠനോദ്ദേശം എന്ന് പറയുന്നത് ഡീപ്പ് സബ്ജക്റ്റ് നോളജ് കൊടുക്കുക എന്നുള്ളതാണ്. വളരെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഡീപ്പറായിട്ട് സബ്ജക്റ്റ് നോളജ് ലഭിക്കുക എന്നുള്ളത് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. മറ്റൊരു കരിക്കുലർ ഒബ്ജക്റ്റീവ് ഇഗ്നോ നൽകുന്നത് ഈ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലെ വലിയ പ്രശ്നമാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് അഥവാ പൊല്യൂഷൻ ഇഷ്യൂസ്, ഡിസാസ്റ്റർ ഇഷ്യൂസസ് എന്നൊക്കെ. ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്, എൻവയോൺമെന്റൽ ഇഷ്യൂസിന് ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജി ഹോൾഡർ ആയിക്കൊണ്ട് ഇങ്ങനെ ഇതിനുള്ള ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നൽകാൻ കമ്പൾസറി സ്കിൽ ഓറിയന്റഡ് എൻഹാൻസ്മെന്റ് ട്രെയിനിങ് ഇഗ്നോ നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത. മാത്രമല്ല ഇന്റർ ഡിസിപ്ലിനറി കണക്ടിവിറ്റി ഈ പ്രോഗ്രാമിൽ ഉണ്ട്. എന്താണ് ഇന്റർ ഡിസിപ്ലിനറി കണക്ടിവിറ്റി? ജിയോളജി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ജിയോഗ്രഫി എന്നുള്ള ഒരു യൂണിറ്റും അല്ലെങ്കിൽ ഒരു ഏരിയയും ഒരു ഡിസിപ്ലിനും ഒരു സബ്ജക്റ്റും നമുക്ക് എടുക്കാം. ഇതിന് കൈത്താങ് നൽകാൻ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാമിൽ നടക്കുന്നത് കൊണ്ട്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ മാത്സിന്റെ സഹായം നമുക്ക് ആവശ്യപ്പെടാം. ഇനി ഫോറസ്റ്റ്, മലകളുടെയും അതുപോലെ തന്നെ വനങ്ങളുടെയും നദികളുടെയും സമുദ്രത്തിന്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ബോട്ടണി കോഴ്സസിന്റെ കുറച്ച് കോഴ്സുകൾ, കുറച്ച് വിഷയങ്ങൾ നമുക്ക് പഠിക്കാം. വേണമെങ്കിൽ സുവോളജി മേഖലയിൽ നമുക്ക് കോഴ്സുകൾ ചെയ്യാം. ഇത് വേണ്ട ജിയോഗ്രഫിയും ജിയോളജിയും എടുത്ത് ഞാൻ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നുള്ള നിലക്ക്, കോളേജ് പ്രൊഫസർ എന്നുള്ള നിലക്ക്, അതിനേക്കാൾ ഒരു ഹയർ ലെവൽ എന്നുള്ള നിലക്ക് പോകണമെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഡിസിപ്ലിന് വേണമെങ്കിൽ കൂട്ടുപിടിച്ച് മൂന്നാമത്തെ ഒരു വിഷയമായി അതിനെ എടുത്ത് നമുക്ക് ജിയോളജി കരസ്ഥമാക്കാം. എന്തായാലും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ കരിക്കുലർ ഒബ്ജക്റ്റീവ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്റർനാഷണൽ സിറ്റിസൺഷിപ്പ് ഉള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടാണ്. ഒരു ലോകോത്തര പൗരൻ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ
പ്രാദേശികമായ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദേശീയമായ കാഴ്ചപ്പാടോടുകൂടി ഇന്റർനാഷണൽ ലെവലിൽ അന്തർദേശീയമായിട്ടുള്ള ഒരു തൊഴിൽ സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നു നൽകുകയാണ് ഇഗ്നോ ഈ BSc ജിയോളജി തുടങ്ങിയ കോഴ്സുകളിലൂടെ. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹയർ ലെവലില് ഇതിനോടനുബന്ധിച്ചുള്ള മറ്റ് കോഴ്സുകൾ നമുക്ക് ഒരുപാട് ചെയ്യാവുന്നതാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹയർ എഡ്യൂക്കേഷൻ സീരീസ് എന്നുള്ള വിഭാഗത്തിൽ 32 വളരെ ഗാംഭീര്യം നിറഞ്ഞ 32 കോഴ്സുകളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എംനോട്സിന്റെ മറ്റു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ BSc ജിയോളജി എന്നുള്ള കോഴ്സ് അച്ചീവ് ചെയ്യാൻ നമ്മൾ 4 കോമ്പണൻസിലൂടെ 4 കാറ്റഗറിയിലൂടെ വേണം കടന്നു പോകാൻ. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കമ്പൾസറി ഉള്ള കോർ കോഴ്സസ് ആണ്. കമ്പൾസറി കോർ കോഴ്സസ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്, രണ്ടാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്നുള്ളതാണ്. കമ്പൾസറി കോർ കോഴ്സസ് എന്നുള്ളതില് 72 ക്രെഡിറ്റ് നമ്മൾ എടുക്കണം. ഫസ്റ്റ് ഇയറില് ഫസ്റ്റ് സെമ്മിൽ ഒരു ലാംഗ്വേജ്, സെക്കൻഡ് സെമ്മിൽ ഒരു ലാംഗ്വേജ്, അത് കൂടാതെ 3 വിഷയങ്ങൾ ആയി നമ്മൾ ഇതിലെ ഫസ്റ്റ് ഒരു സബ്ജക്ട് ജിയോളജി, റിലേറ്റഡ് സബ്ജക്റ്റ് ആയിട്ടുള്ള ജിയോഗ്രഫി, വേണമെങ്കിൽ മറ്റൊന്ന് മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ജിയോഗ്രഫിയോ ബോട്ടണിയോ സുവോളജിയോ എടുത്ത് നമുക്ക് മൂന്നാമത്തെ ഒരു സബ്ജക്റ്റും കൂടി പൂർത്തിയാക്കി ആ 3 എണ്ണത്തിൽ നിന്നും ഓരോ കോഴ്സുകൾ വീതം തിരഞ്ഞെടുത്ത് ഓരോ സെമ്മിലൂടെയും നമുക്ക് കടന്നു പോകാം. One from each group, from 3 ഡിസിപ്ലിൻസ്. ഈ 3 ഡിസിപ്ലിനിലൂടെയാണ് കടന്നു പോകേണ്ടത്. 3 ഡിസിപ്ലിനിലും നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ജിയോളജി എന്നുള്ള വിഷയത്തിലുള്ള കോർ കോഴ്സസ് എന്തൊക്കെയാണ് എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 131, 132, 133, 134, 135, 136, 137, 138 എന്നീ കോഡുകളോടുകൂടി വരുന്ന പ്രോഗ്രാമുകളെല്ലാം നമുക്ക് ഇതിന് സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ കണ്ടന്റിലും ഈ 72 ക്രെഡിറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും 6 വിഷയത്തിലെ 12 ക്രെഡിറ്റ് വീതമാണ് നമ്മൾ എടുക്കുന്നത്. 6 സബ്ജക്റ്റ് അല്ലെങ്കിൽ 6 പേപ്പർ, 6 കോഴ്സ്, 6 കോഴ്സിന് 12 ക്രെഡിറ്റ് വീതമാണ് എടുക്കുന്നത്. ഈ 12 ക്രെഡിറ്റില് സ്വാഭാവികമായും ഒരു കോഴ്സിന് 4 ക്രെഡിറ്റിന്റെ തിയറിയും 2 ക്രെഡിറ്റിന്റെ പ്രാക്ടിക്കലും ഇഗ്നോ നൽകുന്നു. ഈ 4 ക്രെഡിറ്റിന്റെ തിയറിയിൽ കമ്പൾസറി 1 ക്രെഡിറ്റ് നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി നിങ്ങൾക്കറിയാം. നാഷണൽ അക്രഡിറ്റേഷൻ അസസ്മെന്റ് കൗൺസിലിലൂടെ നാക്കിലൂടെ A++ കാറ്റഗറി ലഭിച്ചിട്ടുള്ള അപൂർവം യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ നാക്കിന്റെ A++ കാറ്റഗറിയിൽ സെലക്ഷൻ ഉള്ള കോളേജുകളിലാണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായി ഈ ജിയോളജിയും ജിയോഗ്രഫിയും പ്രോഗ്രാമുകൾ ഇഗ്നോ നൽകുന്നത് എന്നുള്ളത്. ലോകം ഇപ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഭോപ്പാലിലാണെങ്കിലും ബാംഗ്ലൂരിലാണെങ്കിലും അല്ലെങ്കിൽ UP-യിലുള്ള ഒന്നാണെങ്കിലും വെസ്റ്റ് ബംഗാളിലുള്ള ഒരു സ്റ്റഡി സെന്ററിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റഡി സെന്ററിലെ പ്രോഗ്രാം എടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള ജോബ് ഓറിയന്റഡ് കോഴ്സസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സ്വാഭാവികമായും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാമുകൾക്ക് 131 മുതൽ 138 വരെ കോഴ്സ് കോഡുള്ള പേപ്പറുകൾ. ഒന്ന്, ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ജിയോളജി 4 ക്രെഡിറ്റ് വീതം. ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ജിയോളജി ലബോറട്ടറി 2 ക്രെഡിറ്റ് വീതം. ക്രിസ്റ്റലോഗ്രാഫി, മിനറലോജി ആൻഡ് എക്കണോമിക് ജിയോളജി എന്നുള്ള അർത്ഥത്തിൽ 4 ക്രെഡിറ്റ് തിയറി പേപ്പർ. ക്രിസ്റ്റലോഗ്രാഫി, മിനറലോജി ആൻഡ് എക്കണോമിക് ജിയോളജി അതിന്റെ ലബോറട്ടറി കോഴ്സ് 2 ക്രെഡിറ്റ്. പെട്രോളജി നോക്കൂ, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജിയിലെ ബിടെക്കിന് സമാനമായിട്ടുള്ള കോഴ്സസ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പെട്രോളജി എന്നുള്ള 4 ക്രെഡിറ്റ് ഉള്ള ഒരു കോഴ്സ്. പെട്രോളജിയുടെ ലബോറട്ടറി 2 ക്രെഡിറ്റ് ഉള്ള ഒരു ലബോറട്ടറി. ഒപ്പം തന്നെ സ്ട്രാറ്റിഗ്രാഫി ആൻഡ്
പലനിയോട്ടോളജി. ആ ഒരു പ്രോഗ്രാമിന്റെ 4 ക്രെഡിറ്റ് തിയറിയും 2 ക്രെഡിറ്റ് ലബോറട്ടറി കോഴ്സും നമുക്ക് നൽകുന്നു. ഇനി ഇതിന്റെ കോർ കോഴ്സായി നിങ്ങൾ മറ്റു ഒരു ഡിസിപ്ലിൻ ജിയോഗ്രഫിയാണ് എടുക്കുന്നത് എങ്കിൽ ഫിസിക്കൽ ജിയോഗ്രഫി 131, 132 ഹ്യൂമൻ ജിയോഗ്രഫി, 133 ജനറൽ കാർട്ടോഗ്രാഫി, 134 ജനറൽ കാർട്ടോഗ്രാഫി ലബോറട്ടറി, 135 എൻവയോൺമെന്റൽ ജിയോഗ്രഫി എന്നുള്ള കോഴ്സസ് നമുക്ക് ലഭ്യമാണ്. ഇതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഓരോ സെമ്മില്, ഫസ്റ്റ് സെമ്മില്, സെക്കൻഡ് സെമ്മില്, തേർഡ് സെമ്മില്, ഫോർത്ത് സെമ്മില് ഓരോ കോഴ്സ് അഥവാ ഓരോ പേപ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഇതിലെ മാത്തമെറ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, റിയൽ അനാലിസിസ്, ആൾജിബ്ര, ഇത് ഏതെങ്കിലും ഫസ്റ്റ് ഇയറിന് വേണമെങ്കിൽ, ഫസ്റ്റ് സെമ്മിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൾജിബ്ര എടുക്കാം, അല്ലെങ്കിൽ കാൽക്കുലസ് എടുക്കാം, അല്ലെങ്കിൽ റിയൽ അനാലിസിസ് എടുക്കാം, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എടുക്കാം. 2ലും 3ലും 4ലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് എടുത്ത് ഈ 4ഉം അച്ചീവ് ചെയ്യാം. ഇനി ഫിസിക്സ് ആണ് നിങ്ങൾ ഇതിനോടൊപ്പം എടുക്കുന്നത്, അതായത് ജിയോളജി, ജിയോഗ്രഫി, ഫിസിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഫിസിക്സിൽ സെലക്ട് ചെയ്യാനുള്ള പേപ്പർ മെക്കാനിക്സ് 131, 132 മെക്കാനിക്സിന്റെ ലബോറട്ടറി, 133 ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, 134 ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ലബോറട്ടറി, 135 തെർമൽ ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, 136 തെർമൽ ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ലബോറട്ടറി പ്രോഗ്രാം, 137 വേവ് ആൻഡ് ഓപ്റ്റിക്സ്, 138 വേവ് ആൻഡ് ഓപ്റ്റിക്സിന്റെ ലബോറട്ടറി കോഴ്സസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി സുവോളജി ആണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ അനിമൽ ഡൈവേഴ്സിറ്റി അതിന്റെ ലാബ്, കമ്പാരിറ്റീവ് അനോട്ടമി ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി ഓഫ് വെർട്ടബ്രേറ്റ്സ് എന്നുള്ള പ്രോഗ്രാമിന്റെ തിയറിയും പ്രാക്ടിക്കലും, അതുപോലെ തന്നെ ഫിസിയോളജി ആൻഡ് ബയോ കെമിസ്ട്രി തിയറിയും പ്രാക്ടിക്കലും, ജനറ്റിക്സ് ആൻഡ് ഇവല്യൂഷണറി ബയോളജിയുടെ തിയറിയും പ്രാക്ടിക്കലും, അങ്ങനെ ഉള്ള കോഴ്സ് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ വർഷവും മൂന്നാം വർഷം 5ാമത്തെയും 6ാമത്തെയും സെമ്മിലാണ് ഉള്ളത്. ഇതേ ഗ്രൂപ്പിൽ തന്നെ 3 വീതമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു ഗ്രൂപ്പിൽ നിന്ന് 1 വീതം ഈ 3 സബ്ജക്റ്റിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കണം. മൊത്തം 36 ക്രെഡിറ്റ് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. 3 വീതം 2 കൊല്ലത്തെ 2 സെമസ്റ്ററിലേക്കാണ് എടുക്കുന്നത്. അപ്പൊ 6 സബ്ജക്റ്റ് 6 ക്രെഡിറ്റ് വീതം 36 ക്രെഡിറ്റ് ആണ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എന്നുള്ളത്. അതിൽ നമ്മൾ കെമിസ്ട്രിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ്സ് ഇൻ കെമിസ്ട്രി അതിന്റെ ലബോറട്ടറി, ഓർഗാനോമെറ്റാലിക്സ്, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി, പോളി ന്യൂക്ലിയർ ഹൈഡ്രോകാർബൺസ് ആൻഡ് UV ആ ഒരു പേപ്പർ അതിന്റെ തിയറിയും പ്രാക്ടിക്കലും, അതുപോലെ തന്നെ മോളിക്യൂൾസ് ഓഫ് ലൈഫ് അതിന്റെ തിയറി പ്രാക്ടിക്കൽ, ഇത് ഓരോന്നും നമ്മൾ ഓരോ സെമ്മിനും മാറി എടുക്കേണ്ടതാണ്. ഇനി ജിയോഗ്രഫി മേഖലയിലാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ജിയോഗ്രഫി ഇൻ ഇന്ത്യ, എക്കണോമിക് ജിയോഗ്രഫി എന്നുള്ള കോഴ്സസ് ആണ് എടുക്കേണ്ടത്. ജിയോളജിയിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാനുള്ളത് ജിയോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ മിനറൽസ്, ജിയോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ മിനറൽസ് ലബോറട്ടറി കോഴ്സസ്, ജിയോമോർഫോളജി ആൻഡ് ജിയോടെക്ട്രോണിക്സ് അതിന്റെ ലബോറട്ടറി പ്രോഗ്രാം ആണ്. ഇനി മാത്തമെറ്റിക്സ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് ആയി ലീനിയർ ആൾജിബ്ര, വളരെ സിമ്പിൾ പേപ്പറാണ് ലീനിയർ ആൾജിബ്ര, ന്യൂമറിക്കൽ അനാലിസിസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഫിസിക്സ് പേപ്പറാണ് നിങ്ങൾ ഇതിനോടൊപ്പം, ഫിസിക്സ് ആണ് നിങ്ങളുടെ 3rd ഡിസിപ്ലിൻ അല്ലെങ്കിൽ 2nd ഡിസിപ്ലിൻ ആയി ഉദ്ദേശിക്കുന്നത് എങ്കിൽ എലമെന്റ്സ് ഓഫ് മോഡേൺ ഫിസിക്സ് അതിന്റെ പ്രാക്ടിക്കൽ, ഡിജിറ്റൽ ആൻഡ് അനലോഗ് സർക്യൂട്ട്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അതിന്റെ പ്രാക്ടിക്കൽ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതുപോലെ സുവോളജിയുടെയും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതെങ്കിലും ഒന്നാണ് ഓരോ സെമ്മിലും നമ്മൾ എടുക്കേണ്ടത്. സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് മൊത്തം 2nd ഇയറിലും 3rd ഇയറിലും 3rd സെം, 4th സെം, 5th സെം, 6th സെം 4 സെമ്മിനും ഓരോ പേപ്പർ വീതമാണ് നമ്മൾ എടുക്കേണ്ടത്. മൊത്തം 18 കോഴ്സസ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ 18 കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്.
tourism anthropology, developing emotional competence, writing and study skills, computer application in business, public health and epidemiology, data analysis, e-commerce, logistic management, school psychology, managing stress, techniques of ethnographic filmmaking, managing human resources, society through the visuals, English language teaching, entrepreneurship, stress and time management, application of social psychology, business communication, personal selling and salesmanship. കൂടാതെ 3 ഹിന്ദി കോഴ്സസും കൂടി ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് 4 സെമ്മിലും അവസാനത്തെ 4 സെമ്മിൽ ഓരോ പേപ്പർ വീതം നമുക്ക് 4 എണ്ണം പഠിച്ച് 16 ക്രെഡിറ്റ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആയി എടുക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള BSc ജിയോളജി എന്നുള്ള ഒരു പ്രോഗ്രാം വെല്ലുവിളി ഏറ്റെടുക്കുന്ന യുവതയ്ക്ക് ഏറ്റവും പെട്ടെന്ന് തൊഴിൽ സാധ്യത നൽകുന്ന ഒരു പ്രോഗ്രാം, ഒരു ബിടെക് കോഴ്സിന് തനത് പാരമ്പര്യം നിലനിർത്തുന്ന എന്നാൽ ഒരു BSc പ്രോഗ്രാമാണ്. ആർക്കൊക്കെയാണ് ഈ BSc പ്രോഗ്രാമുകൾക്ക് സാധ്യത? +2 സയൻസ് പഠിച്ചിട്ടുള്ള സയൻസിലെ ഏത് സബ്ജക്ട് പഠിച്ചിട്ടുള്ളവർക്കും, ഹോം സയൻസ് ആയിക്കോട്ടെ, സൈക്കോളജി സയൻസ് ആയിക്കോട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, ഏത് വിഷയത്തിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലെടുക്കാം. NIOSലും സയൻസ് വിഷയങ്ങൾ 1 or 2 കയറി വരുന്നവർക്കും ഇതിലെടുക്കാവുന്നതാണ്. ഏറ്റവും നല്ല ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സാമൂഹ്യ പ്രശ്നം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. +2 കഴിഞ്ഞതിന് ശേഷം മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ മറ്റ് തൊഴിലുകൾ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പഠനം പാതി വഴിയിൽ മുടക്കിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സ്വദേശത്തും വിദേശത്തുമായി നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ജോലിയോടൊപ്പം തന്നെ പഠനവും കൊണ്ടു നടത്തുക എന്നുള്ള ഒരു സ്ട്രക്ചറില് വൊക്കേഷണൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, ജോബ് ഓപ്പർച്യൂണിറ്റി നൽകുക, സ്കിൽ ഡെവലപ്മെന്റ് നടത്തുക, ഈ ഒരു ഇന്റർനാഷണൽ സിറ്റിസൺഷിപ്പിന്റെ ലെവലിലേക്ക് പഠിതാക്കളെ ഉയർത്തുക എന്നുള്ള ഒരു സാർവലൗകികമായ ഒരു കാഴ്ചപ്പാട്, ലോകമേ തറവാട് എന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, മറ്റ് നിങ്ങളുടെ നാട്ടിലുള്ള ഇതര ഗ്രൂപ്പുകളിലേക്ക്, എഡ്യൂക്കേഷണൽ ഗ്രൂപ്പുകളിലേക്ക്, സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക്, പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളിലേക്ക്, എഡ്യൂക്കേഷണൽ ഗ്രൂപ്പുകളിലേക്ക് നോട്ട്സിന്റെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഫോർവേഡ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ്, നിങ്ങളുടെ ലൈക്ക് സാദരം പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, നമസ്കാരം.